കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയേറുന്നു. മത്സരിക്കുമെന്ന തീരുമാനത്തിൽ ഉറച്ച് സുധാകരൻ ഡൽഹിയിൽ തുടരുകയാണ്. ഹൈക്കമാൻഡ് തിരക്കിട്ട ചർച്ചയിലാണ്. കണ്ണൂർ DCCയുടെ അഭിപ്രായവും തേടിയിട്ടുണ്ട്. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, കണ്ണൂർ ലഭിക്കാതെ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിൽ തുടരുകയാണ് കെ സുധാകരൻ. സുധാകരനെ വെറുപ്പിച്ചാൽ അത് കണ്ണൂരിൽ മാത്രമല്ല, അത് മറ്റ് മണ്ഡലങ്ങളിലും തിരിച്ചടിയാവാൻ സാധ്യതയുണ്ടെന്ന നേതൃത്വം വിലയിരുത്തുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സുധാകരന് മുന്നിൽ ഹൈക്കമാൻഡ് വഴങ്ങാനാണോ സാധ്യത? അർജുൻ, കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വരാനിരിക്കെ എല്ലാ കണ്ണുകളും കണ്ണൂരിലേക്കാണ്. കണ്ണൂരിൽ എന്താണ് തീരുമാനിക്കുക, കണ്ണൂരിൽ സ്ഥാനാർത്ഥി ആരാകും എന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷയാണ് എങ്ങും നിലനിൽക്കുന്നത്. അതിൽ കെ സുധാകരൻ എന്തു നിലപാട് സ്വീകരിക്കും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. നമുക്കിപ്പോൾ ലഭിച്ച വിവരം അനുസരിച്ച് കെ സുധാകരൻ തന്നെ കണ്ണൂരിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യത തെളിയുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കടുത്ത തീരുമാനത്തിലേക്ക് പോകരുതെന്ന് കെ സുധാകരനോട് ഹൈക്കമാൻഡിന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്ന സൂചന കോൺഗ്രസിന്റെ നേതാക്കൾ കെ സുധാകരന് തന്നെ നൽകിയിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതായത് കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വന്നേക്കും എന്ന സൂചന ലഭിക്കുകയാണ്. ഇതേ തുടർന്ന് ഇന്ന് രാവിലെ നടത്താനിരുന്ന വാർത്താ സമ്മേളനം കെ സുധാകരൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വൈകുന്നേരത്തോടുകൂടി ഈ കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടില്ലെങ്കിൽ മാത്രം മാധ്യമങ്ങളെ കാണുക എന്ന തീരുമാനത്തിലാണ് കെ സുധാകരനുള്ളത്. ഇപ്പോഴത്തെ ഒരു ധാരണയനുസരിച്ച് കെ സുധാകരന് ഇളവ് ലഭിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കെ സുധാകരനുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങളും നമ്മളോട് അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കെ സുധാകരന് തന്നെ കണ്ണൂരിൽ മത്സരിക്കാൻ കഴിയും, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി കോൺഗ്രസിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കണ്ണൂർ സീറ്റിൽ മത്സരിക്കും എന്ന ഉറച്ച തീരുമാനത്തിലാണ് കെ സുധാകരനുള്ളത്. അതിൽ ഒരു മാറ്റവും അദ്ദേഹം വരുത്തിയിട്ടില്ല. പ്രധാനപ്പെട്ട എല്ലാ കോൺഗ്രസിന്റെ നേതാക്കളും കെ സുധാകരനുമായി സംസാരിച്ചു. ഇത്തവണ MP മാർക്ക് സീറ്റില്ല എന്ന ഹൈക്കമാൻഡിന്റെ ആ തീരുമാനത്തിനൊപ്പം നിൽക്കണം എന്ന് പറയുകയും ചെയ്തു. പക്ഷേ കെ സുധാകരൻ അത് അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു തീരുമാനം അത് താൻ നേരത്തെ എടുത്തതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് തനിക്ക് താല്പര്യം എന്ന കാര്യം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ അടക്കം താൻ അറിയിച്ചിരുന്നതാണ്. എന്നിട്ടും നിർബന്ധിച്ചാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിപ്പിച്ചത് എന്ന കാര്യം കൂടി എല്ലാ നേതാക്കളെയും കെ സുധാകരൻ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ലാതെ കെ സുധാകരൻ ഡൽഹിയിൽ തുടരുകയാണ്. എന്തായാലും കെ സുധാകരൻ എടുക്കുന്ന ഈ നിലപാട്, അതായത് ഏതെങ്കിലും തരത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കെ സുധാകരൻ സ്വന്തം നിലക്ക് മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ട്, അതിനുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് എന്ന കാര്യവും കോൺഗ്രസ് ഹൈക്കമാൻഡ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ കണ്ണൂരിലാകെ ചലനമുണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. കെ സുധാകരൻ അത്തരമൊരു നിലപാട് എടുത്താൽ സമീപ മണ്ഡലങ്ങളിൽ വരെ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. പ്രത്യേകിച്ച് പേരാവൂരിൽ സണ്ണി ജോസഫിന്റെ നില വരെ പരുങ്ങില്ലാകുന്ന ഒരു സാഹചര്യം കെ സുധാകരൻ ഉണ്ടാക്കും എന്ന ഭയം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കെ സുധാകരനെ പിണക്കുക എന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു നേതാക്കളും അംഗീകരിക്കാത്ത കാര്യമാണ്. കെ സുധാകരന് അനുകൂലമായ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തെ മത്സരിപ്പിക്കണം എന്ന നിലപാട് തന്നെയാണ് തുടക്കം മുതൽ രമേശ് ചെന്നിത്തല സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ VD സതീശനും KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA-യും ഒക്കെ MP-മാർ മത്സരിക്കേണ്ടതില്ല. ഒരാൾക്ക് മാത്രമായി ഇളവ് നൽകുമ്പോൾ അത് മറ്റ് പല MP-മാർക്കും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇളവ് നൽകേണ്ടതില്ല എന്ന കർശനമായ നിലപാട് KPCC-യും പ്രതിപക്ഷ നേതാവും ഒക്കെ എടുത്തിട്ടുള്ളത്. പക്ഷേ ആ നിലപാടിനെ പൂർണ്ണമായും തള്ളുകയാണ് കെ സുധാകരൻ ചെയ്തിട്ടുള്ളത്. മത്സരിക്കും എന്ന് കണ്ണൂരിൽ വെച്ച് തന്നെ നമ്മളോടൊക്കെ കെ സുധാകരൻ പറഞ്ഞതാണ്. 110% സ്ഥാനാർത്ഥിയാകുമെന്ന് കെ സുധാകരൻ പറഞ്ഞതും വെറുതെയല്ല. അന്നൊക്കെ നമ്മൾ കരുതിയിരുന്നത് അദ്ദേഹം ഒരു തമാശ രൂപേണ പറഞ്ഞ കാര്യം എന്നുള്ള രീതിയിലല്ല. പക്ഷേ ഇപ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് വ്യക്തമാകുന്നത്. കെ സുധാകരൻ ഒരു തരത്തിലും ഈ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥിത്വം നൽകിയില്ലെങ്കിൽ സ്വതന്ത്രനായി താൻ ഉണ്ടാകും, MP സ്ഥാനം രാജിവെക്കും, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗത്വം രാജിവെക്കും, ഈ 2 സ്ഥാനങ്ങളും താൻ രാജിവെക്കും എന്ന് നേതാക്കളോട് കെ സുധാകരൻ വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, കെ സുധാകരന്റെ സന്തത സഹചാരിയായ ജയന്ത് ദിനേശ് ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിട്ടുള്ളത്. അത് കോൺഗ്രസിനൊപ്പം എന്ന സൂചനയാണ് അതിൽ നൽകുന്നത്. ഒരു തരത്തിലും പാർട്ടി വിട്ടു പോകുന്ന ഒരു നിലപാടും കെ സുധാകരൻ സ്വീകരിക്കില്ല എന്നതിന്റെ ഒരു സൂചന കൂടിയാണ്
ജയന്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ ഫോട്ടോ അടക്കം വെച്ചുകൊണ്ടാണ് ആ സ്ഥാനാർത്ഥി പട്ടിക ആദ്യഘട്ടത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പങ്കുവെച്ചുകൊണ്ടാണ് ജയന്ത് ഫേസ്ബുക്കിൽ അത്തരമൊരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ അന്ത്യം കുറിക്കുക എന്നതിന് മാത്രമാണ് തങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ സൂചനകളൊക്കെ തന്നെ വരികയാണ്. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാൻ എല്ലാ സാധ്യതകളും തെളിയുകയാണ്. കെ സുധാകരൻ എന്തായാലും കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി ഉണ്ടാകും എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിന്റെ സൂചന കൂടി ആയി ഇത് നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയും. കണ്ണൂരിൽ കെ സുധാകരൻ ഇല്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഇന്നലെ രാത്രി DCC ഓഫീസിന് മുന്നിൽ നിന്ന് തന്നെ KS അനുകൂലികളുടെ, അതായത് കെ സുധാകരൻ അനുകൂലികളുടെ പന്തം കൊളുത്തി പ്രകടനം നടന്നു. ഇത്തരം പ്രകടനങ്ങളൊക്കെ നടന്നത് വലിയ വിഷമമുണ്ടാക്കി എന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കണ്ണൂർ ഷോയോട് പറയുകയും ചെയ്തു. ഒരു DCC പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ ഓഫീസിന് മുന്നിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രകടനം നടക്കുക, അതിൽ KPCC പ്രസിഡന്റിനെതിരെ വളരെ മോശം മുദ്രാവാക്യങ്ങൾ വിളിക്കുക എന്നൊക്കെ ഉണ്ടാകുമ്പോൾ അത് DCC പ്രസിഡന്റ് എന്ന നിലയിൽ തനിക്ക് വലിയ വിഷമം ഉണ്ടാക്കിയ കാര്യമാണ് എന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നമ്മളോട് അല്പം മുമ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കെ സുധാകരൻ എന്ത് നിലപാട് സ്വീകരിക്കും? കെ സുധാകരന് സീറ്റ് കൊടുക്കുമോ? ഇതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഹൈക്കമാൻഡ് തയ്യാറാക്കിയ പട്ടികയിൽ അഡ്വക്കേറ്റ് ടി.ഒ. മോഹന്റെ പേരാണുള്ളത്. DCCയുടെയും കണ്ണൂരിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുടെയും പിന്തുണ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനാണ്. KPCCയിലും അതേ രീതിയിലുള്ള ഒരു പിന്തുണയുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെയും ഒക്കെ പിന്തുണ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനാണ്. അപ്പോൾ ടി.ഒ. മോഹൻ തന്നെ സ്ഥാനാർത്ഥിയായി വരും എന്നുള്ള ഒരു സൂചന വന്ന ഘട്ടത്തിൽ നിന്നാണ് കെ സുധാകരൻ അതിശക്തമായ ഒരു സമ്മർദ്ദം പാർട്ടി നേതൃത്വത്തിൽ AICCയിലൊക്കെ ചെലുത്തിയിട്ടുള്ളത്. എന്തായാലും എന്താകും തീരുമാനം? ഇത് ഉറ്റുനോക്കുകയാണ് കണ്ണൂർ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അർജുൻ.